Here you are not allowed to make video like this one, okay? To make a video of other person, you have to take a permission. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ ഉള്ളത് ഷെയ്ഖ് സയദ് ഗ്രാൻഡ് മോസ്കിലാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നാണിത്. ആ കാണുന്നതാണ് കേട്ടോ ഗ്രാൻഡ് മോസ്ക്. ആ ഗ്രാൻഡ് മോസ്ക് എൻട്രൻസ് വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൂടെയാണ് എൻട്രൻസ് വരുന്നത്. അതായത് അണ്ടർഗ്രൗണ്ട് കൂടെ, ഭൂമിൻ്റെ അടിയിൽ കൂടെ ഒരുപാട് നടന്നിട്ടാണ് ആ പള്ളിക്ക് എത്തുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല നടക്കാണ്ട്. അപ്പോൾ ഇതാണ് എൻട്രൻസ്. ഇവിടെയാണ് നമ്മൾ വീഡിയോ തുടങ്ങുന്നത്. ഇതിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് സെക്യൂരിറ്റി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പള്ളിൻ്റെ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേരും ഒക്കെ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര റിസ്ക്കാണ്. അതായത് ഒരുപാട് ആൾക്കാർ ഉള്ളതുകൊണ്ട്, ഒരു പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് നമുക്ക് അവരെ അനുവാദം ഇല്ലാതെ എടുക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ ഞാൻ ഇതിലൊരു വീഡിയോ ആഡ് ചെയ്യാം. To make a video of other person, you have to take a permission before taking video. Okay, this is not allowed. അങ്ങനെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഇനി പള്ളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഞാൻ നേരത്തെ ഒരു വീഡിയോ കാട്ടി തന്നില്ലേ, അതാണ് അവസ്ഥ. ഇവിടുന്ന് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് വേറെ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റാണ്. സംഗതി വേറെ ലെവല്. ലൈറ്റ് പോയല്ലോ. എന്തൊക്കെയാ ഐറ്റംസുകൾ വരാണ്ട് ഇവിടെ. അധികം അതിലേക്ക് ലൈറ്റ് വരും. ലൈറ്റ് വരുമ്പോ സുബിനെ കാണും. ഒന്ന് കണ്ടോ, ലൈറ്റ് വരുന്നുണ്ടോ? റെഡി. നമ്മളിങ്ങനെ മൂവ് ചെയ്യണ്ടോ സുബി? നമ്മളിങ്ങനെ മൂവ് ചെയ്യണ്ടോ? സംഭവം കൊള്ളാലോ. നമ്മളിങ്ങനെ പോണ മതി തോന്നണില്ലേ? അടിക്ക് നോക്കി, താഴേക്ക് നോക്കടാ. നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നിൽക്കണ ഒരു സ്ഥലത്ത് വേറെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകണ മതി നമുക്ക് തോന്നും. നമ്മൾ നിൽക്കുന്ന സ്ഥലം നമുക്കിങ്ങനെ മൂവ് ചെയ്യണ മാതിരി തോന്നും കേട്ടോ. ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷെ നമ്മൾ നിൽക്കണോട് തന്നെയാണ് നിൽക്കുക. പക്ഷെ നമുക്കിങ്ങനെ തോന്നുന്നുണ്ട് നമ്മൾ എവിടേക്കൊക്കെ നീങ്ങി പോകുന്നുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം ഞങ്ങൾ കണ്ടത് ദിയ പറഞ്ഞ ഒരു സെറ്റപ്പാട്ടോ. ദിയ യൂണിവേഴ്സ് ഓഫ് ലൈറ്റ് പറഞ്ഞ ഒരു സംഭവമാണ് കണ്ടത്. ഇനി ഞങ്ങൾ മുന്നോട്ട് തന്നെ പോവുകയാണ്. ഇവിടെ സെക്യൂരിറ്റി ചെക്കപ്പാട്ടോ. നമ്മൾ എയർപോർട്ടിലൊക്കെ ഉണ്ടാകുന്ന പോലെ എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് പള്ളീൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഇനിയിങ്ങനെ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഇത് ഉണ്ടാക്കിയത്, കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് കണ്ടോ 1996 ഉണ്ടാക്കുമ്പോൾ ഉള്ള എന്താ പറയുക ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുകൾക്ക് പിടിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ എല്ലാ ആൾക്കാരെ ഫേസ് കാണാതെ വെക്കാനാട്ടോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിക്കണത്. നമ്മുടെ നാട്ടിലത്തെ മാതിരല്ല. വേറൊരാളെ ഞാൻ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ വീഡിയോ എടുത്ത് പറഞ്ഞിട്ട് ഒരു കേസ് വന്നാൽ തീർന്ന്. ഒരുപാട് നടക്കാണ്ടിട്ടത്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വലുതാണിത്. ഇതുവരെ ഞങ്ങളങ്ങോട്ട് എത്തിയിട്ടില്ല. അങ്ങനെ നടന്ന് പള്ളിക്ക് മുമ്പിലെത്തിയിട്ടോ. ഞാൻ താജ്മഹലൊക്കെ കാട്ടിത്തരുന്ന മാതിരി കാട്ടിത്തരാം. താജ്മഹലൊക്കെ നമ്മൾ കാണുമ്പോൾ
ദൂരത്തുനിന്ന് ആരും നോക്കാറില്ല. ഒരു താജ്മഹൽ കാണാൻ പോകുന്ന ഏതൊരാളും അതിൻ്റെ ഫ്രണ്ടത്തെ ആ ഒരു എന്താ പറയുക ഗേറ്റ് മാതിരിക്കുന്ന സ്ഥലമുണ്ട്. അതിൽ കൂടെയാണ് നടന്നിട്ടാണ് നോക്കുമ്പോഴാണ് അടിപൊളിയായിട്ട് കാണുള്ളൂ. അതേമാതിരി ഞാൻ കാട്ടിത്തരാം. ഇത് പിന്നെ എന്താ വെച്ചാൽ വളരെ വലുതാണ്. നമുക്കൊരു എൻ്റെ ഫോണിൻ്റെ ഫ്രെയിമിൽ ഇത്രയാണ് കൊള്ളുള്ളൂ. അടിപൊളിയല്ലേ? ഇവിടേക്ക് ഏതൊരാൾക്കും വരാം കേട്ടോ. അതായത് പള്ളി എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ മാത്രം അല്ലേ, പക്ഷെ ഇവിടേക്ക് എല്ലാവർക്കും വരാം, ഏത് മതസ്ഥർക്കും വരാം. പക്ഷേ പള്ളീൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പ്രത്യേക വസ്ത്രം ധരിക്കണം. അതായത് നമ്മൾ പറത്തേൻ്റെയൊക്കെ മാതിരത്തെ ഡ്രസ്സ് ധരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കൊന്നും എന്താ പറയുക പോകാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. ഏത് മതക്കാർക്കും പോകാം. ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കണ്ട് ആസ്വദിക്കണം, പറഞ്ഞു തരാൻ കഴിയണില്ല, അത്ര അടിപൊളി. ഒരുപാട് വിഷ്വൽസ് ഞാൻ സ്കിപ്പ് ചെയ്യും കേട്ടോ, കാരണം എല്ലായിടത്തൊന്നും ക്യാമറ പറ്റില്ല. അങ്ങനെ ഉണ്ടോ? കോഫിനടുത്തൊക്കെ പല ചൂടുന്ന ആൾക്കാർ ഇങ്ങനെ ജലത്തില്ലാതെ കോഫി ഉണ്ടാവുന്നത് പാല് ചൂടാവും. ഇത് കണ്ടോ, പള്ളിൻ്റെ ഒരു ലോകമാണ്. ഇത്ര വലിപ്പമുണ്ട് നോക്കി. ഈ ടൈൽസിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ആ പറയടാ. വെള്ളം ടച്ച് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പോകുമ്പോൾ ടച്ച് ചെയ്യാം കേട്ടോ. ഈ ടൈൽസ് കൊണ്ടല്ലോ എത്ര വെയിൽ തട്ടിയാലും ഇത് ചൂടാവില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഈ ടൈൽസിന്. അതുപോലെ ഇതിൻ്റെ ഓരോരോ ആർട്ടുകൾക്കും, അതായത് ഓരോരോ ടൈൽസിനും അതുപോലെ ഈ കാണുന്ന ഓരോ ഐറ്റംസ് സംഭവങ്ങൾക്കും ഓരോരോ പ്രത്യേകതകളുണ്ട് കേട്ടോ. അങ്ങനെ വെറും ഒരു പള്ളി മാത്രമല്ല, ഒരുപാട് പ്രത്യേകതകളാൽ ഉണ്ടാക്കിയ ഒരു പള്ളിയാണിത്. എങ്ങനെ? അതെ അതെ, സ്ഥലമാണ് ഇവിടെ. ആ അങ്ങനല്ലേ, വെള്ളിയാഴ്ച ആകുമ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴേ ഏതല്ലേ അടിപൊളി. ഒരു ഗുഹയ്ക്കൊക്കെ വന്നൊരു ഫീല്. എത്ര ഹൈറ്റ് ഉണ്ടെന്നോ, ഇത്രയും ഹൈറ്റിൽ ഇതിൻ്റെ സൈഡ് കൂടെ കണ്ടോ ലൈറ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് അടിച്ചിട്ട്, അത് സൺലൈറ്റ് ആട്ടോ. നല്ല അടിപൊളി, നല്ല വ്യൂ ഉണ്ട്, നല്ല വലുപ്പം ഇട്ടത്. ഈ ഇവിടെ നിൽക്കുന്ന ഒരാളെ വെച്ച് കണ്ട് നിങ്ങൾക്ക് കണക്കാക്കിയാൽ മതി ഇതിൻ്റെ ഹൈറ്റും ഇതിൻ്റെ സൈസൊക്കെ. അതുപോലെ ഇതിൻ്റെ ചുമരുമ്പ് ഇങ്ങനെ ഓരോ അറബി എഴുത്തുകൾ കണ്ടില്ലേ, അത് അള്ളാൻ്റെ 99 പേരുകൾ ഇങ്ങനെ ആ ചുമരുമ്പ എഴുതി വെച്ചേക്കാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ലൈറ്റ് ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുന്ന ലൈറ്റില്ല സ്ഥലമല്ലേ, അവിടെയാണ് കേട്ടോ അതിൻ്റെ മെയിനായിട്ടുള്ള സ്ഥലം. പിന്നെ ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലേ. ഞാൻ ഇപ്പോൾ നിൽക്കണ ഇതൊക്കെ
ഇങ്ങനെ വിസിറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. വെള്ളിയാഴ്ച ആകുമ്പോൾ ഇതൊക്കെ റിമൂവ് ചെയ്യും. ഇവിടെയൊക്കെ ഫുള്ള് ആൾക്കാരെ കരും വെള്ളിയാഴ്ച ആകുമ്പോൾ. അടിപൊളിയല്ലേ? ഈ പള്ളി 4 ഭാഗത്ത് പോയാ ഇപ്പം ഈ കാണുന്നതാണ് ഷെയ്ഖ് സായദിൻ്റെ മക്ബറ കേട്ടോ. അതായത് ഷെയ്ഖ് സായദ് പറഞ്ഞ ആളെ നിങ്ങളറിയോ? അയാളാണ് UAE എന്ന് പറഞ്ഞ രാജ്യം തന്നെ ഉണ്ടാക്കിയത്. 7 എമിറേറ്റ്സ് ആയിട്ടുള്ള UAE ഉണ്ടാക്കിയത് അയാളാണ് കേട്ടോ. 7 എമിറേറ്റ്സ് ഏതൊക്കെയാണ് നിങ്ങൾക്കറിയോ? ദുബായ്, അബുദാബി, ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ, അതുപോലെ പിന്നെ ഏതാണ് ഫുജൈറ, പിന്നെ അലേരി. അങ്ങനെ 7 എമിറേറ്റ്സിനെ കൂട്ടിക്കാണ്ട് ഒരു രാജ്യമാക്കി മാറ്റിയത് ഷെയ്ഖ് സയ്യിദ് എന്ന ആളാണ്. അപ്പോൾ അയാളെ മക്ബറയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. കണ്ടോ ഈ കാണുന്നത്? അയാൾ മരിച്ചത് 2004 കേട്ടോ. അപ്പോൾ ഈ പള്ളി 2004 ശേഷമാണ് ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞത്. 1996 തുടങ്ങിയിട്ട്. അപ്പോൾ ഇതാണ് ഒരു ചെറിയ ഗ്രാൻഡ് മോസ്കിൻ്റെ വ്ളോഗ് കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടായതാണ് എടുക്കലൊക്കെ, പ്ലാൻ ചെയ്തെടുത്തതല്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.